ഹിന്ദുക്കളുടെ പ്രധാന ആരാധനാമൂർത്തികളിലൊരാളായ ശ്രീരാമൻ ജനിച്ചത് പുണർദം നക്ഷത്രത്തിലാണെന്നാണ് വിശ്വാസം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ ബുദ്ധിശാലികളും വിശാല മനസ്സുള്ളവരുമാണ്. എല്ലാ കാര്യങ്ങളിലും നന്നായി ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ. ഏതൊരു വിഷയത്തിൻ്റെയും ഗുണവും ദോഷവും ഇവർ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ ആരുടെയും കാര്യത്തിൽ ഇടപെടാറില്ല. ഇവർ വളരെ ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഉന്നതിയിലെത്തും. വീട് വിട്ടു നിൽക്കാൻ ഇവർക്ക് ആഗ്രഹമില്ല. ഇവർ നല്ല സൗന്ദര്യപ്രിയരാണ്. ധനപരമായി ഇവർ ഇടത്തരക്കാരായിരിക്കും. ഇവർക്ക് പുത്രാനുകൂല്യം കുറവായിരിക്കും. പല കാര്യങ്ങളിലും ഇവർ അറിവ് നേടും, എന്നാൽ ഒന്നിലും പൂർണ്ണത കൈവരിക്കുകയില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാതാവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കാണുന്നു. മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ധനനഷ്ടമുണ്ടാകും. ആർക്കും പണം കടം കൊടുക്കരുത്, അത് ദുഃഖത്തിലേ അവസാനിക്കുകയുള്ളൂ. മനസ്സിലെ ന്യായമായ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും. പുതിയ വാഹനങ്ങൾ വാങ്ങും. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അവിവാഹിതർക്ക് വിവാഹം നടക്കും. സന്താന സൗഭാഗ്യമുണ്ടാകും. ബിസിനസ്സിലെ വളർച്ചയുണ്ടാകും. ചിലരുടെ പിടിവാശിയും നിർബന്ധ ബുദ്ധിയും കാരണം കുടുംബ ബന്ധങ്ങൾ വഷളാകും. അകാരണമായ വാക്കുതർക്കങ്ങൾ പല നല്ല ബന്ധങ്ങളും തകരാറിലാക്കും. ചിലർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു. കൂട്ടുകച്ചവടങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കുക. വഞ്ചനയ്ക്ക് സാധ്യതയുണ്ട്. ചെറിയ അശ്രദ്ധ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. ഇഷ്ടദേവത ശ്രീകൃഷ്ണനാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ദുരിതം കുറയ്ക്കാൻ സഹായിക്കും. പുണർദം, വിശാഖം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതിന് ഉത്തമമാണ്.